കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ വെണ്ടയ്ക്കയുടെ റെസിപ്പി. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. കൊച്ചി ഭാഗത്ത് കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ വേവിച്ചരച്ചിയുടെ റെസിപ്പി ആട്ടോ. ആദ്യമേ തന്നെ ബീഫിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ഇച്ചിരി പച്ചമുളകും പിന്നെ ഒരു സവാളയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇച്ചിരി കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇതിലേക്ക് ഇത്തിരി ചാറ് കൂടുതൽ വേണം എന്നുള്ളവർ മാത്രം ഇച്ചിരി വെള്ളം ഒഴിക്കണേ. എന്തായാലും ഞാനിതിൽ ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ ശനിയാഴ്ച ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ കൊച്ചി ഭാഗത്തുള്ള മിക്ക ക്രിസ്ത്യൻ വീടുകളിലും ഈ ഒരു വേവിച്ചരച്ചിൻ്റെ മണമായിരിക്കട്ടെ. പണ്ടൊക്കെ അമ്മ ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അനിയത്തിനെയും വയറ്റിലൊരു ഗുളുഗുളു ശബ്ദമൊക്കെ കേൾക്കൂട്ടോ. എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഒരു മണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പ് വരും. ഇതിലിപ്പോൾ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പം എൻ്റെ പിള്ളേർക്കും ഈ ഒരു ഗുളുഗുളു ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇറച്ചിയുടെ വേവ് അനുസരിച്ച് ഇത് നല്ലപോലെ വേവിച്ചെടുക്കണേ. അപ്പോൾ ഈ നല്ലപോലെ വെന്തരച്ചിട്ട് മുകളിലായിരിക്കണം നമ്മൾ ഈ വെണ്ടയ്ക്ക ലെയർ ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ വിസിൽ മതി. വെന്ത് കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്ക ആയിരിക്കട്ടോ ആദ്യം എല്ലാവരും കഴിക്കുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ പുട്ടും കൂട്ടി ഒന്ന് പിടിക്കുന്നത്. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ബ്രെഡിൻ്റെ കൂടെയോ ഈ റെസിപ്പി കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, പ്രത്യേകിച്ച് കൊച്ചിക്കാരെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്.